ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞാനിത് കഴിഞ്ഞ സാറ്റർഡേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യണോ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും ഡ്യൂറേഷൻ കുറച്ച് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വ്ളോഗായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കി. യൂഷ്വലി സാറ്റർഡേസ് ഞാൻ ജിജുവേട്ടനും ഒരുമിച്ചാണല്ലോ പോയി കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ. പിന്നെ ഇന്ന് ഹാഫ് ഡേ ഉള്ളൂ, അതുകൊണ്ട് ലഞ്ച് ബോക്സ് ഒന്നും കൊടുത്തു വിടേണ്ട. പണി എളുപ്പമായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കി. അതോ അവൾക്ക് ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സാധാരണ എപ്പോഴും A to B തന്നെ പോവാറ് എല്ലാ സാറ്റർഡേസും. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും A to B വേണ്ട, എന്നാൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ജിജുവേട്ടനാണ് പറഞ്ഞത്. ആദിത് കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോകാം. ഇത് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, അതല്ലാതെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല റെസ്റ്റോറൻറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ ഇന്ന് അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സാറ്റർഡേ ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുന്ന ഇതാണ് കേട്ടോ. കിച്ചൺ കുറച്ച് നേരം ഒന്ന് ക്ലോസ് ചെയ്തിടാൻ പറ്റും. ബിക്കോസ് ഒട്ടുമിക്ക സാറ്റർഡേസും നമ്മൾ പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. വീക്കിലി ഒരു ദിവസമെങ്കിലും നമുക്ക് റെസ്റ്റ് വേണ്ടേ. എന്നിട്ട് 3 നേരം കഴിക്കുന്നതല്ല പറയുന്നത്. ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കും. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പുറത്തുനിന്നായിരുന്നു കഴിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഒട്ടും അൺപ്ലാൻ ആയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഗീ റോസ്റ്റും പിന്നെ സാമ്പാർ ഡിപ്ഡ് ഇഡ്ഡലി. ഞാൻ ഇതുവരെയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് സാമ്പാറിൽ മുങ്ങിക്കിടക്കുന്ന ഇഡ്ഡലി അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ജിജുവേട്ടനാണ് ഏറ്റവും ഇഷ്ടം അത്. പക്ഷേ ഇന്ന് എന്തായാലും എനിക്കൊന്ന് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് ഓർഡർ ചെയ്തു. അതിൽ ഗീ റോസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും. അതിനെക്കാട്ടിലും ചട്നി ഒരു 3-4 വെറൈറ്റി ചട്നി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, ദോശയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര തിന്നായിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ദോശ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും നല്ലതാണ്, പക്ഷേ എന്തോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. പിന്നെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ വേസ്റ്റും ചെയ്തിട്ടില്ല, ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒട്ടും കളഞ്ഞിട്ടില്ലേ. പക്ഷെ സാമ്പാറിന് പുളി ഇല്ലാത്തതായതുകൊണ്ട് എനിക്കിഷ്ടമാണ്. എനിക്ക് സാമ്പാറിന് പൊതുവേ പുളി ഇല്ലാത്തത് ഇഷ്ടമാണ്. അതായത് ഒരു കർണാടക ടച്ചുള്ള സാമ്പാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കോഫി കുഴപ്പമില്ലായിരുന്നു, ഫിൽറ്റർ കോഫിയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പിലുള്ള കോഫി അല്ലാത്തതുകൊണ്ട് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലെത്തി കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ മോളെ കൂട്ടിക്കൊണ്ട് വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്നൊന്ന് ഡ്രസ്സ് മാറ്റി. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജിജോട്ടോട് ചോദിച്ചു, കുഞ്ഞിനെ വിളിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇല്ല, തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരുക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സും അതിലേറെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ക്രോക്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ പോയത്. ഒരു യാത്ര പ്ലാൻ ഇല്ലാതെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അവിടെ സ്കൂളിൽ ചെന്ന് മോളെ പിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചിട്ട് അങ്ങനെ എങ്ങോട്ടേലും ഒന്ന് ചുമ്മാ കറങ്ങിയിട്ട് വന്നാലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഓക്കെ, ലഞ്ച് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് ചുമ്മാ വണ്ടി കൊണ്ട് ഒരു റൗണ്ടൊക്കെ പോയിട്ട് വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് മണീസ് ദം ബിരിയാണി പോയി. ഇത് മാഡത്തിൻ്റെ ഓർഡറാണ് കേട്ടോ. മാഡത്തിന് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതായത് എൻ്റെ മോക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളാണ് പറഞ്ഞത് ഇന്ന് മണീസിൽ പോകണം, മണീസ് ദം ബിരിയാണി പോകണം. ഇതും സഹകാർ നഗറിലുള്ളതാണ്. നമുക്കിവിടെ നിയർ ബൈ മണീസ് ദം ബിരിയാണി ഉള്ളത് സഹകാർ നഗറിലാണ്. എന്തുകൊണ്ടോ ഞങ്ങൾക്ക് 3 പേർക്കും അവിടുത്തെ ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് ശരി എന്നാൽ പിന്നെ അവൾ പറഞ്ഞതല്ലേ എന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടുന്ന് സാധാരണ എപ്പോഴും ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ഒരു IPL ബിരിയാണിയും പിന്നെ ജിജുവേട്ടന് ഒരു എഗ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യമേ മോളോട് പറഞ്ഞാണ് ഇത് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ബിരിയാണിയിൽ ഉണ്ടാവുന്ന അതേ പീസസ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ടൈപ്പ് ബിരിയാണി എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. അവൾ വിട്ടില്ല, അവൾക്ക് ഈ ബിരിയാണി തന്നെ വേണം. എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്നിട്ട് ആ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. പിന്നെ സ്റ്റാർട്ടറും സെയിം ആയിരുന്നു. ആൻഡ് നമ്മുടെ ബിരിയാണിയിൽ ഉണ്ടായിരുന്ന അതേ പീസസ് ആയിരുന്നു ഈ സ്റ്റാർട്ടറിലും ഉള്ളത്. എന്തായാലും നമുക്ക് അറിയാത്തൊരു കാര്യമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ അബദ്ധം പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ആ ഒരു ബിരിയാണിയാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ലൈമൊക്കെ കുടിച്ചു അവിടെ നിന്ന്. പിന്നെ ജിജോയുടെ വാങ്ങിച്ചത് ജീരക സാമ്പാർ റൈസിലുള്ള ബിരിയാണി ആയിരുന്നേ. നമ്മൾ മേടിച്ചത് ബസ്മതി റൈസിൽ. ഇത് 2 ടൈപ്പ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അവരത് കൊണ്ടുവന്നിരിക്കുന്നത്. ജീരക സാമ്പയും പിന്നെ അതേപോലെ ബസ്മതിയിലും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണി അവിടെ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അപ്പോൾ അതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചതാണ്, പെട്ടെന്ന് തീരുമാനിച്ചതാണ്. എന്നോട് പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ ദേവനഹള്ളിയിലോട്ട് ഒന്ന് പോയിട്ട് വന്നാലോ എന്ന്. ആദ്യം വിചാരിച്ചു ചുമ്മാ എയർപോർട്ടിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ടിങ്ങ് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ജിജുവേട്ടനാണ് പറഞ്ഞത് വേണ്ട, എന്തായാലും അവിടെ വരെ പോവല്ലേ, എന്നാൽ പിന്നെ അവിടുത്തെ ഒരു സ്പോട്ട് ഏതെങ്കിലും നോക്കാം, എന്നിട്ട് അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പം ദേവനഹള്ളി ഫോർട്ട് കണ്ടു. കുറച്ച് അടുത്താണ്, അതായത് 25 കിലോമീറ്റർ ആണ് നമ്മുടെ അവിടെ നിന്ന്. അപ്പോൾ ശരി എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ ഒന്ന് പോയിട്ട് വരാം. റോഡ് അടിപൊളിയാണല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലാതെ അവിടേക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദേവനഹള്ളി ഫോർട്ടിലേക്ക് പോയി.
കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. പ്രത്യേകിച്ച് നമ്മൾ പോയ സമയത്ത് നല്ല തണുപ്പും അതേപോലെ തന്നെ അധികം നല്ല ഒട്ടും ക്രൗഡഡ് അല്ലായിരുന്നു കേട്ടോ. നമ്മളവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ചുറ്റും നോക്കുകയാണെങ്കിൽ അമ്പലങ്ങളാണ്, എങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും അമ്പലങ്ങളാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ദേവനഹള്ളി ഫോർട്ടിനെ കുറിച്ചുള്ള ഡിസ്പ്ലേ അവിടെ വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഇത് കൺസ്ട്രക്ഷൻ ആയതെന്നും എല്ലാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റെയർ കേസ് ഇങ്ങനെ ഒന്ന് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നീണ്ടിങ്ങനെ കിടക്കുന്നതാണ് ദേവനഹള്ളി ഫോർട്ട്. പിന്നെ നമ്മൾ പോയത് ചെറുതായിട്ട് മഴയൊക്കെ പൊടിയാൻ തുടങ്ങുന്ന സമയത്തായതുകൊണ്ടായിരിക്കാം ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ ഉള്ളവരാണെങ്കിൽ മൊത്തം മലയാളീസും ആയിരുന്നു, പ്രത്യേകിച്ച് കോളേജ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂടുതലും മലയാളീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പരമാവധി സ്ക്രീനിൽ ആരും വരാത്ത രീതിയിലാണ് വീഡിയോ എടുത്തേക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല വ്യൂ നല്ല രസമുണ്ട്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തൊരു ലേക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കാൻ പറ്റും. പിന്നെ അതല്ലാതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അതല്ലാതെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കാം. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കാൻ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ പോയപ്പോൾ. ഏകദേശം എനിക്ക് തോന്നുന്നു അവിടെ റീച്ച് ആയത് ഒരു 3 മണിക്കെങ്ങാനായിരിക്കും. പക്ഷേ ക്ലൈമറ്റ് നല്ല ചില്ലായതുകൊണ്ട് തന്നെ ഒട്ടും വെയിലും ഇല്ല, എന്നാൽ നല്ല ചിൽ ക്ലൈമറ്റും. അതുകൊണ്ട് കുറച്ചധികം സമയം അവിടെ ഇങ്ങനെ നടന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മുകളിലെ യൂണിഫോം പോലും മാറ്റാതെയാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്, കാരണം വെച്ചാൽ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ നമുക്ക് ഈ മതിൽ ചാടുന്ന പരിപാടി പണ്ടേ ഉള്ളത് കൊണ്ട് ഞാൻ അതിനപ്പുറത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിലേക്ക് കയറിപ്പോയതാണ്. പിന്നെ ഞാനിങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോളുടെ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതിനപ്പുറമായിരിക്കും എൻ്റെ മോള്. അപ്പം നമ്മളാണ് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നുള്ള കാര്യം സത്യമാണ് കേട്ടോ. അവൾ എൻ്റെ പുറകെ വന്നാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് എന്താണ് അവൾക്കും കാണണമെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല, റോഡാണ്, എംപ്റ്റി ആണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. കാരണം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ നോക്കിക്കാന്ന് വിചാരിച്ച് കയറി നോക്കിയതാണ്. പക്ഷെ അവിടെ അങ്ങനെ കാര്യമായിട്ട് ഒരു വ്യൂ ഒന്നും ഇല്ല. എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ച് തിരിച്ചു വരണ്ടേ, അതൊന്നും പോരാ. ആരും കയറാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കുകയാണ്. ഇത് ആ ഫോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു സംഭവം, ഒരു വാൾ ഉണ്ടായിരുന്നു, എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അതിനകത്തൊന്ന് കയറി നോക്കിയേക്കാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ 4 ചുറ്റും മതിലാണ്, വേറെ ഒന്നും ഇല്ല അവിടെ. അവിടെ നിന്നുള്ള വ്യൂവും ഷോകാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങേ അറ്റം വരെയൊക്കെ പോയി നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ജിജോടൻ കുറച്ച് അവിടെ നിന്ന് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നോട് പറയുന്നുണ്ട് അതിൽ കൂടെ ബാറ്റ് പറക്കും അങ്ങനെ എങ്ങനെയാണ്. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ എൻ്റെ മോക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മൂവിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്ലേസിൽ പോകണമെങ്കിൽ ആദ്യം അവൾ പറയും, അമ്മ സൂക്ഷിക്കണം, എവിടെയെങ്കിലും കുഴി കാണുമെന്ന്. അപ്പം ഞാൻ കയറി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജിജുവേട്ടൻ്റെയും മോളുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അധികം കാണാനൊന്നും ഇല്ല, കുറച്ച് നേരം ഒന്നിങ്ങനെ നടന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരിക്കാം, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടോ ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് അവിടെ എത്തി കുറച്ച് നേരം വെറുതെ ഒന്ന് ഇരുന്നപ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒരു ഫ്രൂട്ട് കണ്ടു. ഇത് ഞാൻ ഫോട്ടോയിൽ നിൽക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചതാണ്. ഒട്ടുമിക്ക വീടുകളുടെ ഫ്രണ്ടിലും ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ ഒന്ന് നിർത്തി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചക്കോത്ത എന്ന് പറയും ഈ ഫ്രൂട്ടിന്, നല്ലതാണ്, നാരങ്ങ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു, പുളിയും മധുരമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രൂട്ട് വാങ്ങിച്ചു, ഒറ്റ ഒരെണ്ണം. ആ ഒരെണ്ണത്തിന് 100 രൂപയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വീട്ടിലെത്തണം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.